ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ലിസ്റ്റ് ഡൗണിൻ്റെ ഒരു സീരീസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നഴ്സിംഗ് എഡ്യൂക്കേഷനകത്ത് ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാ ലിസ്റ്റ് ഡൗണും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ എന്തെന്ന്. എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യമുണ്ട്. അതായത് പഠനം എന്ന പ്രക്രിയയിൽ ലേണിംഗ് എന്നല്ല, ലേണിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ സം ഓഫ് ടീച്ചിങ് പ്ലസ് ലേണിംഗ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സിൽ ആക്ടിവിറ്റി ഉണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട് അവിടെ, പിന്നെ പ്ലാനിങ്, പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് എയിം. പ്രിൻസിപ്പിൾ ഓഫ് എയിം ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണല്ലോ. ഇനി എയിം ഓഫ് എഡ്യൂക്കേഷനകത്ത് പറയുന്നതാണ് ഫ്രം ഹ്യൂമൻ ബീങ് ടു ബീയിങ് ഹ്യൂമന്, പിന്നെ യൂട്ടിലിറ്റേറിയൻ എയിം, വൊക്കേഷണൽ എയിം, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ എയിമുണ്ട്, ഇൻ്റലക്ച്വൽ എയിമുണ്ട്. അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷനിലൂടെയുള്ളൊരു എയിം, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻ എയിം, സോഷ്യൽ എയിമുണ്ട്, ഇൻ്റലക്ച്വൽ എയിമുണ്ട്, ഫ്രം ഹ്യൂമൻ ബീങ് ടു ബീയിങ് ഹ്യൂമൻ ഉണ്ട്, ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, വൊക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഒക്കെ ഇതിനകത്ത് പറയുന്നതാണ്. ഇനി ലോസ് ഓഫ് ലേണിംഗ് എന്തൊക്കെ ലോ ആണ് ഉള്ളതെന്ന്. ഒന്നാമത്തത് ലോ ഓഫ് റെഡിനെസ്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് പ്രൈമസി ആൻഡ് ലോ ഓഫ് റീസൻസി. ലോ ഓഫ് റെഡിനെസ്, ഞാൻ റെഡിയാണ്, യെസ് ഐ എം റെഡി. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് പ്രൈമസി ആൻഡ് ലോ ഓഫ് റീസൻസി. ഇനി എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ലേണിംഗ്, ഞാൻ പഠിക്കുവാണ്, ലേണിംഗ് എന്ന പ്രോസസ്സിൽ വേണ്ടുന്നതെന്നാണ്. ഒന്നാമത്തത് ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. എന്തൊരു പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ ലേണിംഗ് മൾട്ടി ഫേസ്ഡ് ആണ്. പല ഫാക്ടോറിയൽസ് ഉണ്ട്. ലേണിംഗ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ലേണിംഗ് ഇൻഡിവിജ്വലൈസ് ആണ്. അത് ലേണിംഗ് എന്ന പ്രോസസ്സ് ഇൻഡിവിജ്വലാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നമുക്കതിനൊരു പർപ്പസ് ഉണ്ടാവും. ലേണിങ്ങിനൊരു ഗോൾ ഓറിയൻറ്റഡ് ആണ് ആൻഡ് മൾട്ടി ഫാക്ടോറിയൽസ് ഒക്കെ ഉണ്ട്. ഇനി ഞാൻ എഡ്യൂക്കേറ്റഡ് ആവുന്ന വഴിയുള്ള എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്ന് നോക്കാം. ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഒന്നാമത്തത് ആ ഒരു കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ തന്നെ സോഷ്യലൈസേഷൻ ഉണ്ടാക്കാൻ. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, നമ്മുടെ സ്വഭാവത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി അയാൾക്കുണ്ടായിരിക്കും. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് വൊക്കേഷൻ, പിന്നെ സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച് ഉണ്ട്. ഇനി മാക്സിമംസ് ഓഫ് ടീച്ചിങ്, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്നായിരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും ടഫ് ടോപ്പിക്കിലോട്ട് വരുന്നത്. ഇനി നോൺ ക്വസ്റ്റ്യനിൽ നിന്ന് അൺനോൺ ക്വസ്റ്റ്യനിലോട്ട് വരും. ഇനി കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്, പിന്നെ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് വരും. പിന്നെ ഹോൾ പാർട്ടിൽ നിന്ന് പാർട്ട് ടു പാർട്ടായിട്ട് ചെറിയ ടോപ്പിക്കായിട്ട് വരാം. സോ എഡ്യൂക്കേഷൻ്റെ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് സിമ്പിൾ മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ളവരും, ഒരു ഹോളിൽ നിന്ന് ഒരു പാർട്ട്, കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റും, പെർട്ടിക്കുലറിൽ നിന്ന് ജനറലായിട്ട് പറയുന്നത്. ഇനി എഡ്യൂക്കേഷനിലുണ്ടാവുന്ന മോഡേൺ ടെക്നോളജീസ് എന്ന് പറയുന്നതാണ് ലേണിംഗ് മാനേജ്മെൻറ്റ്, സ്കില്ല്, വെർച്വൽ റിയാലിറ്റി, സ്റ്റിമുലേഷൻ, ഇൻട്രാക്റ്റീവ്, വൈറ്റ് ബോർഡ്സ്, പിന്നെ ഓൺലൈൻ അസസ്മെൻറ്റ് ടൂൾസ് ആൻഡ് മൊബൈൽ ലേണിംഗ് ആപ്സും ആണ് ഇവിടെ പറയുന്നത്. ഇനി ഞാൻ എങ്ങനെയൊക്കെയാണ് അതല്ലെങ്കിൽ ഒരു അഡൽട്ട് ലേണർ, ഇത് പ്രായമുള്ള ലേണറാണെങ്കിൽ ആ വ്യക്തിയുടെ പഠന പ്രക്രിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആണ്. പ്രായമാകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അവർ തന്നെ പോയാലല്ലേ കാര്യം നടക്കുള്ളൂ. അപ്പം സെൽഫ് ഡയറക്റ്റഡ് ആണ്, റിച്ച് ലൈഫ് എക്സ്പീരിയൻസ്, പഠിക്കാനുള്ള റെഡിനെസ് ടു ലേൺ, പിന്നെ പ്രോബ്ലം സെൻറ്റേർഡ് ഓറിയൻറ്റേഷൻ തരുന്നുണ്ട്. ആൻഡ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ, നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷനാണ്, അതാണ് ഇൻറ്റേർണൽ മോട്ടിവേഷൻ. ഇനി 9 എന്തൊക്കെ മെത്തേഡ്സാണ് ടീച്ചിങ്ങിനുള്ളത്. ഒന്ന് ലെക്ചർ മെത്തേഡുണ്ട്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, റീഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, സെമിനാർ മെത്തേഡ്, പിന്നെ കേസ് സ്റ്റഡി മെത്തേഡുണ്ട്, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ വഴിയുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അത് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോഴെങ്കിലും ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, സെമിനാർ, ഡിസ്കഷൻ ഒക്കെയാണ് വരുന്നത്. ഇനി നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്
ഒരു ക്ലിനിക്കൽ പ്രാക്ടിക്കൽ എയിമുണ്ട്, എത്തിക്കൽ പ്രാക്ടീസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, എൻ്റെ പ്രൊഫഷൻ ഡെവലപ്പ് ആവണം, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഞാൻ നഴ്സിംഗ് എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? നഴ്സിംഗ് ഞാൻ പ്രൊഫഷണലി ബെറ്റർ ആവാൻ, എൻ്റെ കൾച്ചറലി എത്തിക്കലി ഞാൻ ബെറ്റർ ആവാൻ, എൻ്റെ നോളേജും സ്കില്ലും ഡെവലപ്പ് ആവാൻ, കൂടുതൽ റിസർച്ച് പരമായിട്ട് ഡെവലപ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാച്ചുറാലിസത്തിൽ എൻ്റെ റോൾ ഓഫ് ടീച്ചർ എന്താണ്? നാച്ചുറാലിസത്തിൽ നേച്ചറാണ് അവിടുത്തെ ടീച്ചർ, അല്ലാതെ ഫിസിക്കലായിട്ടുള്ള ടീച്ചറിൻ്റെ ജോലി ഒന്ന് ഒബ്സർവറാണ്, എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റേറ്ററാണ്, സ്റ്റേജ് സെറ്ററാണ്, എൻ്റെ നോൺ ഇൻ്റർഫിയറിങ് ഗൈഡാണ്. അതായത് അവർ വെറുതെ നമ്മളെ ഒബ്സർവ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫെസിലിറ്റേറ്ററാണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇൻ്റർഫിയർ നമ്മൾ ചെയ്യില്ല, ഇൻ്റർഫിയർ ചെയ്യാത്ത ഗൈഡാണ്. പിന്നെ നമുക്ക് വേണ്ടി ഒരു സാഹചര്യം സെറ്റ് ചെയ്ത് തരും. സ്റ്റേജ് സെറ്ററും കൂടിയാണ്. ലെവൽസ് ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് പറയുന്നത്. അങ്ങനെ കൊഗ്നിറ്റീവ് ഡൊമൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂംസ് ടാക്സോണമി ആലോചിക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നത് നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ് ആൻഡ് സിന്തസിസ്. ആദ്യം നോളേജാണ്, പിന്നെ കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, പിന്നെ പുതിയ സിന്തസൈസ് ചെയ്യും. ഇനി ഞാനൊരു ലെസൺ പ്ലാൻ സെറ്റ് ചെയ്യുന്നു. അതിലെന്തിനാണ് ലെസൺ? ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ആ ചാപ്റ്റർ 8 മണിക്കൂറുണ്ടെങ്കിൽ ഞാൻ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും, ഓരോ ക്ലാസ്സിൽ ഞാൻ എത്രയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, എന്തിന് സെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടാൻ, ടൈമിനെ മാനേജ് ചെയ്യാം, കണ്ടൻ്റ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടും, ഇവാലുവേഷൻ ടെക്നിക്ക് പ്രോപ്പറായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനും, ടീച്ചറിൻ്റെ കോൺഫിഡൻസ് കൂട്ടാനുമാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് കൂട്ടണം, എനിക്ക് പിള്ളേരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞാൻ കണ്ടൻറ്റ്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എന്തെങ്കിലും ലെസൺ പ്ലാൻ ചെയ്യുന്നത് കണ്ടൻറ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, ടൈമിനെ മാനേജ് ചെയ്യാൻ, ഇനി പിള്ളേർക്ക് ഇവാലുവേഷൻ നടത്താനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു കറിക്കുലം ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഞാനൊരു കറിക്കുലം സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ നീഡ് നോക്കും, അല്ലെങ്കിൽ അവരുടെ ലെവൽ നോക്കും. ചൈൽഡ് സെൻറ്റേർഡായിട്ട് അവർക്കത് യൂട്ടിലൈസ് ആവാൻ പറ്റുന്നുണ്ടോ, ഫ്ലെക്സിബിൾ ആണോ, അതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണോ, കമ്മ്യൂണിറ്റിയിൽ അവരുടെ ജോലിക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. ഇനി ഞാനൊരു യൂണിറ്റ് പ്ലാനാണ് സെറ്റ് ചെയ്യുന്നത്. 2-3 ചാപ്റ്ററിൻ്റെ സമ്മാണ് യൂണിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളെന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, കണ്ടൻറ്റിൻ്റെ ഔട്ട്ലൈന്, ലേണിംഗ് ആക്ടിവിറ്റി, എന്തൊക്കെ ഏരിയസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇവാലുവേഷൻ മെത്തേഡ്. നമുക്ക് എപ്പോഴും ബേസിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. രണ്ടാമത്തത് കണ്ടൻറ്റിൻ്റെ ഔട്ട്ലൈൻ, മൂന്നാമത്തത് ലേണിംഗ് ആക്ടിവിറ്റി, പിന്നെ ഉള്ളത് റിസോഴ്സസ് ഏതൊക്കെയാണ്. ഇപ്പോൾ തന്നെ ആ ലെസൺ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് യൂണിറ്റ് പ്ലാന് ഏതാണെങ്കിലും അത് ആലോചിക്കാം. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട്, ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, പിന്നെ അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ, ആക്ടിവിറ്റി എന്താണ്, ലേണിംഗ് ആക്ടിവിറ്റി ഏത് ഏവിഡാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ലാസ്റ്റ് ഇവാലുവേഷൻ നോക്കും. അതാണ് യൂണിറ്റ് പ്ലാന്. ലെസൺ പ്ലാന് നമുക്കിത് തന്നെ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ടൈപ്സ് ഓഫ് യൂണിറ്റ് പ്ലാൻ ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് യൂണിറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് യൂണിറ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് യൂണിറ്റ്, പ്രോസസ്സിംഗ് യൂണിറ്റ് ആൻഡ് ഇൻ്റഗ്രേഷൻ യൂണിറ്റുമാണ് വരുന്നത്. ഇനി ഒരു ക്ലിനിക്സിലെ ടീച്ചറിനുണ്ടാകുന്ന ബേസിക് ക്വാളിറ്റീസ് എന്താണ്? ഒന്നാമത്തത് ക്ലിനിക്സിൽ ടീച്ചറിന് നല്ല അറിവുണ്ടായിരിക്കണം. ഞാനൊരാളെ പഠിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല അറിവുണ്ടായിരിക്കണം, ഞാൻ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരിക്കണം. മൂന്നാമത്തത് എല്ലാവരെയും അപ്രോച്ച് ചെയ്യാനും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ഉണ്ടാക്കാനും ടീച്ചറിന് അറിഞ്ഞിരിക്കണം. പിന്നെ മാർക്ക് ഇടുന്ന സമയത്ത് എല്ലാവരോടും തുല്യത കാണിക്കണം, ഫെയർനെസ് കാണിക്കണം, ആൻഡ് എല്ലാവർക്കും അവരൊരു റോൾ മോഡലായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചറിന് നല്ല അറിവുണ്ടായിരിക്കണം, ടീച്ചറിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അറിയണം, ഫെയർനെസ് ഉണ്ടാവണം, ആൻഡ് ടീച്ചർ ഒരു റോൾ മോഡലായിരിക്കണം. ഇനി യൂണിറ്റ് പ്ലാൻ ഞാൻ സെറ്റ് ചെയ്യുന്നു. 20ാമത്തെ ക്വസ്റ്റ്യനാണ് യൂണിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. എന്തിനാണ് യൂണിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ കിട്ടാൻ, ടൈമിനെ മാനേജ് ചെയ്യാൻ, പിള്ളേർക്കത് പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടോ അതിന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അസസ്മെൻറ്റ് പ്രോപ്പർ ആക്കാനായിട്ട്, ആൻഡ് ഈവൻ ഞാൻ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾസാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിലുള്ളതെന്ന് നോക്കാം. അതിനകത്ത് വരുന്നതാണ് സ്മാർട്ട് ടെക്നിക്. എസ് ഫോർ സ്പെസിഫിക്, എം ഫോർ മെഷറബിൾ, എ എന്ന് പറയുന്നത് അച്ചീവബിളാണ്, ആർ റെലവൻ്റ് ആണ്, ടി ടൈം ബൗണ്ടാണ്.
അതായത് എന്താണ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് പറയാം സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്, അച്ചീവബിൾ ആണ്, ടൈം ബൗണ്ട് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചർ എന്തായിരിക്കണം? ടീച്ചർ ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കണം, സമാധാനത്തോടു കൂടി എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, എല്ലാവരെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, എമ്പത്തറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലായിടത്തും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള ടീച്ചർ ആയിരിക്കണം. ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണൽ കോഷ്യൻറ്റും ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റും ഉള്ളൊരു ടീച്ചർ ആയിരിക്കണം. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്നാണ്. എപ്പോഴും നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം, പ്രിപ്പറേഷൻ ആയിരിക്കണം, എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ അവർക്ക് പോസിറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം, ആൻഡ് ആക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കണം. മെയിൻലി അവരെ നമ്മൾ പ്ലാൻ ചെയ്യണം പ്രോപ്പറായിട്ട്. അതിനെ ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാനായിട്ടാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം? പ്ലാൻ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, പ്രോപ്പറായിട്ട് AV എയ്ഡ്സ് ഉപയോഗിക്കുക. മീൻസ് അവരുടെ നീഡ്ഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ആൻഡ് ആക്റ്റീവായിട്ട് എൻഗേജ്മെൻറ്റ്, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ നടത്തുക, നോൺ വെർബൽ ക്യൂസ് ആവശ്യമുള്ളിടത്ത് അത് ഉപയോഗിക്കുക. ഇനി ലെക്ചർ മെത്തേഡിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, ഡീമെറിറ്റുകൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നാണ്. അപ്പം നമ്മൾ ആദ്യം ആലോചിക്കണം എന്താണ് ഡീമെറിറ്റുകൾ. ലെക്ചർ മെത്തേഡിൽ ടീച്ചർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിള്ളേർ പാസീവ് ലേണേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ ലെക്ചർ മെത്തേഡ് ബെറ്റർ ആക്കാം? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക, ആൻഡ് പിന്നെ ഇൻട്രാക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ചോദിക്കുക, ആൻഡ് അവർക്ക് എന്തെങ്കിലും വായിക്കാനായിട്ട് ഹാൻഡ് ഔട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരുപാട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആകുന്ന സമയത്ത് എല്ലാവരെയും ടീച്ചറിന് നോക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ഇൻ കോപ്പറേറ്റിംഗ് കേസ് സ്റ്റഡീസ്, നമ്മൾ കണ്ടിട്ടുള്ള ഒരു പേഷ്യൻ്റ് തന്നെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് രീതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ റോൾ ഓഫ് ചെയർപേഴ്സൺ എന്ന സെമിനാർ. ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, സെമിനാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടിടത്തും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ പിള്ളേരും സ്റ്റുഡൻസും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഇവിടെ. അപ്പം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ റോളെന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് വരുന്ന സമയത്ത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് ടൈം മാനേജ് ചെയ്യുക, എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക, ഡിസ്കഷൻ വീണ്ടും ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക, കീ ആയിട്ടുള്ള കമ്പോണൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സമ്മറൈസ് ചെയ്യുക, ആൻഡ് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇനി എന്തൊക്കെയാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് 10 മുതൽ 15 പേര് ഇരിക്കുന്ന ക്ലാസ്സിൽ ആ സ്റ്റുഡൻസ് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി. ഇങ്ങനെ പഠിപ്പിക്കുന്നൊരു വഴി സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ആവാനുള്ളൊരു എബിലിറ്റി കൂട്ടുന്നുണ്ട്, അവരുടെ നോളേജും സ്കില്ലും കൂടുന്നുണ്ട്. പിന്നെ എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് അവർ, ക്ലാസ് മാനേജ്മെൻറ്റ് അവർ പഠിക്കും. പിന്നെ സേഫായിട്ടുള്ളൊരു പ്രാക്ടീസ് എൻവയൺമെൻ്റ് ആണ്, പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും, ആൻഡ് ബെറ്ററായിട്ട് എങ്ങനെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കേണ്ടതെന്ന് അവർ പഠിക്കും, ആൻഡ് കുറേ കൂടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതാണ് നോളേജ് സ്കില്ലൊക്കെ അവർക്ക് കിട്ടും. ഇനി എന്തൊക്കെയാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ തന്നെ അവർ കുറേ നാൾ ഓർത്തിരിക്കും. പിന്നെ അവർ ഹാൻഡ് ഓൺ യൂസ് ചെയ്യുന്ന, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് വിഷ്വൽ ലേണേഴ്സിന് അത് ബെറ്റർ ആയിരിക്കും. അപ്പം മെമ്മറി റിട്ടൻഷനാണ്, നോളേജ് കുറച്ചും കൂടി കൂടും, അവരുടെ സ്കില്ല് കുറച്ചും കൂടി കൂടാറുണ്ട്, ക്ലാരിഫൈ ചെയ്യാം, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടു പഠിക്കാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ടീച്ചിങ്ങിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കില്ല് കിട്ടും, നോളേജ് കിട്ടും, പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും, ദെൻ നല്ലൊരു കൺട്രോൾഡ് എൻവയൺമെൻ്റ് ആയിരിക്കും, ദെൻ റെപ്പറ്റീഷൻ ആൻഡ് പ്രാക്ടീസ്, റിപ്പീറ്റഡ് ആയിരിക്കുക, പ്രാക്ടീസ് ആയിരിക്കുക. ഇനി എന്തൊക്കെയാണ് ഒരു സിമുലേഷൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് ഫ്രീ പ്രാക്ടീസാണ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസാണ്, ആൻഡ് സിമുലേഷൻ, നമ്മളൊരു ബൊമ്മ ഉപയോഗിക്കുന്നു, മാനിക്യൂൻസ് ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, റിപ്പീറ്റഡ് ആയിട്ട് ലേൺ ചെയ്യാം, റിസ്ക് ഫ്രീ ആണ്, ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ഡെയിലി പ്ലാനിങ് ആണ്. ദി എലമെൻറ്റ്സ് ഓഫ് ഡെയിലി പ്ലാനിങ്ങിനകത്ത് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഉണ്ട്, ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ട്, ദെൻ AV എയ്ഡുകൾ, സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസ്, അസസ്മെൻറ്റ് മെത്തേഡുകളാണ് പറയുന്നത്. മെയിനായിട്ട് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുക, പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ അവസാനം ഇവാലുവേറ്റ് ചെയ്യിക്കുക.
സോ ഒരു 31 ലിസ്റ്റ് ഡൗണാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഒരു സെറ്റും കൂടി പഠിച്ച് കഴിയുമ്പോഴേ നമ്മൾ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. സോ സി യു ആൻഡ് സ്റ്റേ ട്യൂൺ. ഇത്രയും പഠിക്കണം കേട്ടോ.